നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവേ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 16. ശ്രീ മഹാലക്ഷ്മി വിഷ്ണുവിനോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. ഞാനിപ്പോൾ സഗുണയും ബാഹുയുക്തയുമാണെന്ന് അങ്ങ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ സഗുണത്തിനാശ്രയമായ നിർഗുണയെ അങ്ങ് അറിയുന്നില്ല. വീണ്ടും ദേവി പറയുന്നു, ഞാൻ പരാശക്തിയാണ്. അങ്ങ് ശത്രു സംഹാരത്തിന് കഴിവുള്ളവനുമാണ്. അത്യന്തം രഹസ്യമായ ഉപദേശമാണ് ഞാൻ അങ്ങേക്ക് പാതി ശ്ലോകത്തിൽ കൂടി ഉപദേശിച്ചത്. ആ തത്വം സദാ മനസ്സിൽ സൂക്ഷിക്കണം. അതൊരിക്കലും മറന്നു പോകരുത്. അത് സകല ശാസ്ത്രങ്ങളുടെയും സാരമാണ്. ഇങ്ങനെയൊക്കെ ദേവി പറയുന്നു വിഷ്ണുവിനോട്. അടുത്ത ശ്ലോകങ്ങൾ നോക്കാം. വ്യാസ ഉവാച. ശ്ലോകം 19. ഇതി ശ്രുത്വാ വചോ ദേവ്യാ മഹാലക്ഷ്മ്യാ ചതുർഭുജഃ ദധാര ഹൃദയേ നിത്യം മത്വാ മന്ത്രം അനുത്തമം. മഹാലക്ഷ്മി ദേവിയുടെ വാക്ക് കേട്ടിട്ട് ചതുർബാഹുവായ വിഷ്ണു അത് അത്യുത്തമമായ മന്ത്രമായി കരുതി മനസ്സിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്ലോകം 20. കാലേന കിയതാ തത്ര തന്നാഭികമലോത്ഭവഃ ബ്രഹ്മ ദൈത്യഭയാസ്തത്രോ യഗാമ ശരണം ഹരേഃ. ഏതാനും കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാഭികമലത്തിൽ ജനിച്ച ബ്രഹ്മാവ് ദൈത്യന്മാരെ ഭയപ്പെട്ട് ഹരിയെ ശരണം പ്രാപിച്ചു. ശ്ലോകം 21. തത കൃത്വാ മഹായുദ്ധം ഹത്വാ തൗ മധുകൈടഭൗഹൗ ജജാപ ഭഗവാൻ വിഷ്ണു ശ്ലോകാർത്ഥം വിശദാക്ഷരം. പിന്നീട് മധുകൈടഭന്മാരെ മഹായുദ്ധത്തിൽ കൊന്നതിന് ശേഷം ഭഗവാൻ വിഷ്ണു ശ്ലോകാർത്ഥം സ്ഫുടമായി ജപിച്ചു. ശ്ലോകം 22. ജപന്തം വാസുദേവം ച ദൃഷ്ട്വാ ദേവ പ്രജാപതിഃ പപ്രച്ഛ പരമപ്രീതഃ കഞ്ചജ കമലാപതിം. ജപിച്ചുകൊണ്ടിരിക്കുന്ന കമലാനാഥനായ വാസുദേവനെ കണ്ടിട്ട് ബ്രഹ്മപ്രജാപതി വളരെ സന്തോഷത്തോടെ ചോദിച്ചു. ശ്ലോകം 23. കിം ത്വം ജപസി ദേവേശ ത്വത്വാക്കോ അത്യധികോസ്തി വൈ യസ്മൃത്വാ പുണ്ഡരീകക്ഷ പ്രീതോസി ജഗദീശ്വര. ഹേ ദേവേശ, അങ്ങ് എന്താണ് ജപിക്കുന്നത്? അങ്ങയേക്കാൾ ഉന്നതനായി മറ്റാരാണുള്ളത്? ഹേ ജഗദീശ്വര, ആരെ സ്മരിച്ചിട്ടാണ് അങ്ങ് ഇത്രയും സന്തുഷ്ടനായിരിക്കുന്നത്? 23 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.